ചില കാര്യങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ ചെയ്തു വെച്ചാൽ ആരും കൂട്ടിനില്ലാത്ത കൂരിരുട്ടായ ഖബറിൽ ഒരു ശിക്ഷയും പ്രയാസങ്ങളും കൂടാതെ നമുക്ക് കിടക്കാൻ സാധിക്കും. 1. നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുന്നവർ. അവർ നിസ്കാരം പിന്നത്തേക്ക് നീക്കി ഖളാ ആക്കാറില്ല. 2. വലതു കൈ കൊടുത്തത് ഇടതു കൈ അറിയാതെ ദാനധർമ്മം നൽകിയവർ. അതായത് അവർ കൊടുക്കുന്നത് റബ്ബല്ലാതെ വേറെ ആരും കാണൂല, അത്തരക്കാർ. 3. അധിക സമയത്തും ഖുർആൻ പാരായണം ചെയ്യുന്നവർ. എപ്പോ സമയം കിട്ടിയാലും ഖുർആൻ ഓതുന്നവർ. 4. നബിയുടെ സുന്നത്തു ധാരാളം ചെയ്യുന്നവർ. 5. എന്നും മുൽക്ക് സൂറത്ത് പതിവാക്കുന്നവർ. 6. സജദ സൂറത്തും എന്നും പതിവാക്കിയവർ. 7. റബ്ബുമായി അലിഞ്ഞു ചേർന്നവർ. അവർക്ക് റബ്ബല്ലാതെ വേറെ ചിന്തയില്ലാത്തവർ. 8. മരണപ്പെടുന്നതിനു മുൻപ് ഇഖ്ലാസ് സൂറത്ത് ഓതി മരണപ്പെട്ടവർ. അപ്പോൾ ഓതാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ഇത് ചൊല്ലൽ പതിവാക്കണം. നമ്മൾ ഇന്ന് ഇതുപോലെയുള്ളത് ചെയ്തു വെച്ചാൽ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും 3 പിടിമണ്ണ് വാരിയിട്ടു പോകുമ്പോൾ ഒറ്റക്കാവുന്ന ഒരു സമയം വരാനുണ്ട്. ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയം. ഇന്ന് ഇത് ചെയ്തു വെച്ചാൽ ഇൻഷാ അല്ലാഹ് അന്ന് നമുക്ക് സന്തോഷിക്കാം. പരമാവധി ഇതിൽ പറയുന്നതായ നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ഇതൊന്നും അറിയാത്ത പാവങ്ങളായ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കും നാളെ ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയട്ടെ.